കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, അപ്പൊ എന്റെ മക്കളെ എല്ലാവരും വെക്കേഷനൊക്കെ അട്ടിച്ച് പൊളിച്ച് വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ തീർത്ത് നമ്മൾ ഇനി പോകുന്നത് നിങ്ങളെ മെയിൻ എക്സാമിലേക്കാണ്. അപ്പൊ ക്രിസ്മസ് എക്സാം ഒക്കെ എന്റെ മക്കൾ അടിപൊളിയായിട്ട് എഴുതി. അതിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ടാവും അടുത്ത എക്സാമിലേക്ക് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാ ഈ ഒരു ചാപ്റ്റർ, ഏത് ചാപ്റ്റർ ആയിരുന്നു? ഇൻസൈഡ് നമ്പർ, സംഖ്യകൾക്കുള്ളിൽ എന്നുള്ള ചാപ്റ്ററിന്റെ ഒരു കുറച്ച് ചെറിയൊരു സെക്ഷൻ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുള്ളൂ എന്നുള്ള രീതിയിൽ ആ ഒരു ചെറിയ ഭാഗമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ LCM ആണെങ്കിലും HCF ആണെങ്കിലും എൻ്റെ കുട്ടികൾ പഠിച്ചു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കിടന്ന ഒരു ചെറിയൊരു കാര്യമായിരുന്നു എന്ത്? പ്രൈം ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ ഘടകങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ അഭാജ്യ ഘടകങ്ങൾ എന്താണ് എന്നെൻ്റെ മക്കൾക്ക് എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പേരെ സംശയങ്ങളെ മിസ് കണ്ടു. എങ്ങനെയാണ് ഓരോ നമ്പറിന്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു സംശയം കണ്ടു. അപ്പൊ അത് ഇനി ഉണ്ടാവരുത്. നമ്മൾ അടുത്ത എക്സാമിലേക്ക് ഈ ഒരു കാര്യം നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. എങ്ങനെയാണ് പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നെൻ്റെ മക്കൾക്ക് ഇന്നത്തോടെ ക്ലിയർ ആയിരിക്കും. ഓരോ ചോദ്യം നല്ല ശ്രദ്ധിച്ചിരുന്ന് എൻ്റെ മക്കൾ കേൾക്കണം. ഓക്കെ, അപ്പൊ റെഡി ആണെങ്കിൽ പ്രൈം നമ്പർ എന്താണ് എന്നെ മക്കൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രൈം നമ്പർ എന്തായിരുന്നു? പ്രൈം നമ്പർ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒന്നും അതേ സംഖ്യയും മാത്രം മൾട്ടിപ്ലൈ ചെയ്യുന്ന സംഖ്യകൾ അല്ലേ? അപ്പൊ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, അതിന് ഒന്നും അതേ നമ്പറും ആയിരുന്നു അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വന്നത്. അങ്ങനെയുള്ള സംഖ്യകൾ ഏതൊക്കെയായിരുന്നു? ആ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് 2, അതേപോലെ 3, 5, 7, 11 എന്നൊക്കെ പറഞ്ഞു പോകുന്ന സംഖ്യകള് നമ്മൾ പ്രൈം നമ്പേഴ്സ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്ററിൽ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള ചോദ്യം, ഫസ്റ്റ് ചോദ്യം തന്നെ എന്താ? 30 എന്നുള്ള നമ്പറിന്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാ. അപ്പൊ സിമ്പിൾ ആയിട്ട് എന്റെ മക്കളെ 30ന് ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് കിട്ടുക എന്ന് ആലോചിക്കുക. 30ന് ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണടാ കിട്ടാൻ വേണ്ടിയിട്ട്? അപ്പൊ 30ന് എനിക്ക് രണ്ട് നമ്പേഴ്സ്, ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് വേണം? 1 × 30 30 അപ്പൊ രണ്ട് മൾട്ടിപ്പിൾസ് ആണ്, രണ്ട് ഗുണിതങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കണം. അതേപോലെ 2 × 15 എന്ന് പറഞ്ഞാൽ അതും 30. വേറെ എന്ത് വരും? 3 × 10 30. വേറെ 5 × 6 30. വേറെ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് വരും? 30 ആയിട്ട് വരുമോ? ഇല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്ര വെച്ചിട്ട് നമുക്ക് നിർത്താം. ഇത്രയും സംഖ്യകളേ ഉള്ളൂ. അപ്പൊ ഇതില് പ്രൈം ഫാക്ടേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പേര് തന്നെ ഉണ്ട് ആളെ, ഇവിടെ ഉത്തരത്തിൽ നമുക്ക് എന്തുണ്ട്? ഇവിടെ ഉത്തരം പേരിൽ തന്നെ ഉണ്ട് പ്രൈം ഫാക്ടേഴ്സ്. എന്താ ഈ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? പ്രൈം നമ്പേഴ്സ് ഇടാ, വേറെ ഒന്നുമില്ല. ഇവിടെ തന്നിട്ടുള്ള മൾട്ടിപ്പിൾസില് പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാ നോക്കിയാൽ മതി. അപ്പൊ ഈ പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാ ഇവിടെ തന്നതിലുള്ളത്? എന്റെ മക്കൾ നോക്കിയാൽ തന്നെ കാണാം. 2 ഒരു പ്രൈം നമ്പർ ആണ്, 3 ഒരു പ്രൈം നമ്പർ ആണ്, അതേപോലെ 5 ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ 30ന്റെ പ്രൈം ഫാക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ്. പക്ഷെ ആ ഫാക്ടേഴ്സിലെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 3, 5 ആയിരിക്കും. സിമ്പിൾ ആയിട്ട് കിട്ടും. 2, 3, 5 30ന്റെ പ്രൈം ഫാക്ടേഴ്സ് ആണ്. പക്ഷെ ഇങ്ങനെ വലിയ സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എപ്പോഴും ഗുണിതങ്ങൾ, ഈ മൾട്ടിപ്പിൾസ് എഴുതിയിട്ട് പ്രൈം ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാല്ലേ? നമ്മള് സിമ്പിൾ ആയിട്ട് അതിനൊരു സ്റ്റെപ്പ് ചെയ്താൽ നമുക്ക് വേഗം കിട്ടും. ഓക്കെ, ആ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എൻ്റെ മക്കൾ ഇതാ ഇവിടെ നോക്കിയാൽ മതി. നമ്മൾ 30നെ ഓരോ പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് വരാം. അപ്പൊ ഏതൊക്കെ പ്രൈം നമ്പേഴ്സ്? 2, 3, 5, 7, 11 എന്ന് പറഞ്ഞു പോകുന്ന നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. അതിൽ ഏറ്റവും ചെറിയ സംഖ്യ ആയിട്ടുള്ള ഏറ്റവും ചെറിയ പ്രൈം നമ്പർ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്ത് വരേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഘടകങ്ങളാക്കി കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാ. അപ്പൊ ആദ്യം ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആയിട്ടുള്ള 2 കൊണ്ട് മിസ് എന്ത് ചെയ്യുക? ഈ 30നെ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ 30നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 എന്ന് വരും അല്ലെ? 15. അതിനെ വീണ്ടും നമുക്ക് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, 2 കൊണ്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത പ്രൈം നമ്പർ ആയിട്ടുള്ള ആരെ നോക്കും? 3ലേക്ക് നോക്കും. അപ്പൊ 3 നമ്മള് ഈ 15 പോവോടാ? 3 15 പോകും. എത്ര തവണ പോകും? 5 തവണ പോകും. 5 തവണ പോകും. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് 2 അല്ലെങ്കിൽ 3 ഈ 5 പോവോ? ഈ 5 ആരാ പോവാന്ന് ഇനി നോക്കേണ്ടതില്ലേ? അപ്പൊ 2 3 പോവോ? ഇല്ല, പോവില്ല. അപ്പൊ തൊട്ടടുത്ത പ്രൈം നമ്പർ ആയിട്ടുള്ള ആരെ ചൂസ് ചെയ്തു? ഞാൻ 5നെ ചൂസ് ചെയ്തു. 5 ഒരു തവണയെ പോകുള്ളൂ. നമ്മൾ ഒന്ന് കിട്ടുന്നവരെ എന്ത് ചെയ്യുക? ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി.
അപ്പൊ ഇനി എന്റെ മക്കൾ ഒന്നും നോക്കണ്ട, നമുക്ക് ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആൻസർ എവിടെയാ ഉണ്ടാവുക? ഈ സൈഡിൽ കാണുന്ന, ചരിഞ്ഞ് കാണുന്ന സൈഡിൽ കാണുന്ന നമ്പേഴ്സ് അതായിരിക്കും അതിന്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല്. അപ്പൊ 30ന്റെ പ്രൈം ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. 2, 3, 5 ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2 × 3 × 5 ആയിരിക്കും 30 വരിക. അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വേഗം എൻ്റെ മക്കളെ ഈ നമ്പറിന്റെ പ്രൈം ഫാക്ടർ ഒന്ന് വേഗം പറഞ്ഞു നോക്കിക്കേ. 42ന്റെ പ്രൈം ഫാക്ടർ കണ്ടുപിടിക്കണം എനിക്ക്. ഞാൻ എന്ത് ചെയ്യും? 42നെ എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഡിവൈഡ് ചെയ്ത് വരാം. അപ്പൊ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആയിട്ടുള്ള 2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം എനിക്ക് 21 എന്ന് വരും, 21. അപ്പൊ 21നെ എനിക്ക് സിമ്പിൾ ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പൊ ഞാൻ 3ൽ പോവോ നോക്കി. പോവല്ലോ. 3ൽ എത്ര തവണ പോകും? 7 തവണ പോകും. 7 3 21. അപ്പൊ 7 തവണ പോയി. ഇനി നോക്കിക്കേ, 7ൽ 2 പോവൂല, 3 പോവൂല, 5ഉം പോവൂല. 7ൽ 7 മാത്രമേ പോവുള്ളൂ. അപ്പൊ 7ൽ 7 ഒരു തവണ പോയി. അപ്പൊ 1 വരുന്നവരെ ചെയ്യണം. ഇനി എന്റെ മക്കൾ എന്ത് ചെയ്യാ? ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് കിട്ടി. സൈഡിൽ വരുന്ന ആ നമ്പേഴ്സ്, 2, 3, 7 ഇവരായിരിക്കും 42ന്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല്. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് എൻ്റെ മക്കൾക്ക് കമന്റ് ബോക്സിൽ ആൻസർ പറയാൻ പറ്റുന്ന ചോദ്യമാണ് അവസാനമായിട്ട് ഞാൻ തന്നത്. അപ്പൊ ഓടി വന്നിട്ട് നിങ്ങൾ പറയേണ്ട ആൻസർ 10ന്റെ പ്രൈം ഫാക്ടേഴ്സ്, അഭാജ്യ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വേഗം വന്നിട്ട് കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ഇനി ആരെങ്കിലും പ്രൈം ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡൗട്ട് അടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ക്ലാസ്സോടെ അത് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ എൻ്റെ മക്കൾ ഓടി വന്നിട്ട് 10ന്റെ പ്രൈം ഫാക്ടേഴ്സ് കമന്റ് ചെയ്യുക. ആർക്കൊക്കെ എത്ര പെട്ടെന്ന് ആൻസർ കിട്ടി നോക്കാലോ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. മിസ് ആ സംശയങ്ങളൊക്കെ ആയിട്ട് അതിന്റെ ആൻസറുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.